നമ്മുടെ എള്ളെണ്ണ എന്ന് ആലോചിക്കുമ്പോൾ തന്നെ ഏറ്റവും ക്വാളിറ്റി പ്രൊഡക്റ്റായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു പേരുണ്ട്, RG. അതെ, ഐക്കൽപ്പടിയിലുള്ള നമ്മുടെ RG ഫുഡ്സിൻ്റെ ഹെഡ് ഓഫീസാണ് നമ്മളുള്ളത്. നമുക്ക് അവരുടെ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടും അതേപോലെ തന്നെ അതിൻ്റെ ക്വാളിറ്റിയെ പറ്റിയിട്ടൊക്കെ നമുക്കൊന്ന് നോക്കാം. എൺപത് വർഷങ്ങൾക്ക് മുൻപ് എള്ളെണ്ണ ബിസിനസ്സിലൂടെ രംഗത്തെത്തിയതാണ് RG ഗ്രൂപ്പ്. അച്ഛനാണ് ഈ സ്ഥാപനം തുടങ്ങിയത്. ഇന്ന് 4th ജനറേഷനാണ്. 3rd ജനറേഷനിലാണ് എൻ്റെ മകനാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റും ബിസിനസ്സും എല്ലാം ലീഡ് ചെയ്യുന്നത്. 35ഓളം രാജ്യങ്ങളിൽ നമ്മളിപ്പം സജീവ സാന്നിധ്യമാണ്. ഓരോ പുതിയ എൻട്രി മറ്റ് രാജ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. മെയിൻ നമ്മൾ ഫോക്കസ് ചെയ്യുക എപ്പോഴും എണ്ണയിലാണ്. അതിന് പുറമെ നമുക്ക് സ്നാക്സ് പൗഡേഴ്സ്, അതായത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്, കേരളത്തിൻ്റെ തനിമയായ ബ്രേക്ക്ഫാസ്റ്റ് പൗഡേഴ്സ്, ട്രഡീഷണൽ സ്നാക്സ്, കൊക്കനട്ട് ഓയിൽ, മസ്റ്റർഡ് ഓയിൽ, അരി, കായം, സർബത്ത് എന്ന് തുടങ്ങിയ ഒരുപാട് പ്രോഡക്ട്സുകൾ ഇന്ന് നമുക്ക് മാർക്കറ്റിൽ RGയുടെ അവൈലബിൾ ആണ്. എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ നിരവധി യാത്രകൾ നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം. അങ്ങനെ ആയാൽ മാത്രമേ ഉള്ളൂ നമ്മൾക്ക് മറ്റ് പ്രോഡക്ട്സുകളെ കുറിച്ചിട്ടുള്ള അറിവും നമ്മളെ പ്രോഡക്റ്റ് എങ്ങനെയൊക്കെ രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാം, വേറെ ഏതൊക്കെ രീതിയിൽ നമുക്ക് പൊസിഷൻ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നിരവധി യാത്രകൾ ചെയ്യാറുണ്ട്. മകൻ എപ്പോഴും മാർക്കറ്റ് വിസിറ്റിലായിരിക്കും. ഇന്റർനാഷണൽ യാത്രകൾ കൂടുതലും മകനാണ് ചെയ്യുന്നത്. അവനാണ് ഇതിൻ്റെ പാക്കിങ്ങിനെ കുറിച്ചിട്ടും എക്സ്പോർട്ടിൻ്റെ എല്ലാ ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കമ്പനിക്ക് കൈമാറുന്നത് മകനാണ്. നമ്മൾ ഇതൊരു ഫാമിലി ബിസിനസ് ആയിട്ടാണ് കൊണ്ട് നടക്കുന്നത്. എൻ്റെ ഹസ്ബൻഡാണ് പർച്ചേസ് സൈഡ് മുഴുവൻ നോക്കുന്നത്. അദ്ദേഹം ക്വാളിറ്റിയുള്ള പ്രോഡക്ട്സ് നമ്മൾക്ക് വാങ്ങിത്തരുന്നു. പ്രൊഡക്ഷൻ ഫുൾ കൈകാര്യം ചെയ്യുന്നത് ഞാനാണ്. മാർക്കറ്റിംഗ് മുഴുവൻ ചെയ്യുന്നത് മകൻ വിഷ്ണുവാണ്. അവന് നിരവധി യാത്രകൾ ചെയ്യുന്നു. ഇന്റർനാഷണൽ യാത്രകൾ ധാരാളമായി ചെയ്ത് ഓരോ രാജ്യത്തുള്ള ഷെൽഫിലെ ഓരോ പ്രോഡക്റ്റും ശരിക്കും സ്റ്റഡി ചെയ്ത് എന്തൊക്കെ മാറ്റങ്ങൾ നമ്മളിൽ വരുത്തണമെന്നും ക്വാളിറ്റിയിൽ എന്തൊക്കെ ഇമ്പ്രൂവ്മെന്റ് ചെയ്യണം നിരന്തരമായിട്ട് വിഷ്ണു നമുക്ക് നിർദ്ദേശങ്ങൾ തന്നുകൊണ്ടിരിക്കും. എനിക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യം, ഏകദേശം 90% സ്ത്രീകളാണ് ഞങ്ങളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നത്. ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഈ പരിസരത്തുള്ള സ്ത്രീകളുടെ പ്രസൻസ് ആണ് കൂടുതലും. അല്ലാതെ അന്യ സംസ്ഥാന തൊഴിലാളികൾ ഇവിടെ വളരെ കുറവാണ്. ലോഡിങ്ങിന് വേണ്ടി 2 പേർ മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഞങ്ങളുടെ ഈ ഫാക്ടറി പരിസരത്തുള്ള സ്ത്രീകളാണ് ഞങ്ങളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നത്. അവർക്കത് ഒരു ശരിക്കും പറഞ്ഞാൽ അവരെ ഒന്നാമത്തെ വീടെന്ന് പറയാം. അവർക്ക് അത്രയും ഹാപ്പി ആയിട്ട് ഓരോ ഫ്ലോറിലും, പ്രൊഡക്ഷൻ ഫ്ലോറിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും വളരെ ഭംഗിയായി സ്ത്രീകളെ വെച്ചിട്ട് ഈ ഒരു പ്രസ്ഥാനം കൊണ്ടുപോകാൻ സാധിക്കുന്നത് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ഒരു വീട്ടിലെ അന്തരീക്ഷം പോലെ എല്ലാവരും ഒത്തിട്ട് എല്ലാവരുടെയും ഒരു ഹാർഡ് വർക്കാണ്. ഞങ്ങളെ ഫുൾ ടീമിൻ്റെ ഹാർഡ് വർക്കാണ് RGയുടെ ഗ്രോത്ത്. പ്രത്യേകിച്ച് സ്ത്രീകളാകുമ്പോൾ നമ്മൾ പറയില്ലേ, ഒരു വീട് മാനേജ് ചെയ്യാൻ ഏറ്റവും കഴിവ് എപ്പോഴും ഒരു സ്ത്രീക്കാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഞാൻ പ്രതീക്ഷിച്ച രീതിയിൽ ഈ സ്ഥാപനം കൊണ്ടുപോകാൻ കഴിയുന്നത് സ്ത്രീകളുടെ സാന്നിധ്യമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വിശേഷവുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.